റോഷിവാൽ കൂടി ചേരുന്നു. റോഷിവാൽ, ഡൽഹിയിൽ കാര്യങ്ങളെല്ലാം റെഡിയാണല്ലോ, എല്ലാവരും എത്തിയോ? ചർച്ച എപ്പോൾ തുടങ്ങും? റോഷി, അല്പസമയം മുമ്പാണ് കേരള ഹൗസിൽ നിന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും നേരെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിലേക്ക് തിരിച്ചത്. അവർ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറെ വൈകാതെ തന്നെ അവിടെ യോഗം തുടങ്ങും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച, കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായക ചർച്ച എന്ന് പറയേണ്ടി വരും. രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ, ഇതിൽ ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് അറിയാനുള്ള ചർച്ചയാണ്. അത് തീരുമാനിക്കാനുള്ള ചർച്ചയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായ സ്വരൂപണം അത് സംസ്ഥാനത്ത് നിരീക്ഷകരെത്തി ശേഖരിച്ച് ഹൈക്കമാൻഡിന് കൈമാറിയതാണ്. ഇനി ഹൈക്കമാൻഡിന് തീരുമാനമെടുക്കാം. എല്ലാ ഘടകങ്ങളും പരിശോധിച്ച ഐകകണ്ഠേന ഒരു തീരുമാനം എന്ന രീതിയിലായിരിക്കും അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന സൂചനയുണ്ട്. പക്ഷേ 3 നേതാക്കളെയും ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഘടകകക്ഷികൾക്കടക്കം അതിന്റെ സന്ദേശം നൽകിയായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. ആരായിരിക്കും മുഖ്യമന്ത്രി? KC വേണുഗോപാലാണോ, VD സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ മുഖ്യമന്ത്രി എന്ന കാര്യം അറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. അല്പസമയത്തിനകം അതിന്റെ ചർച്ച തുടങ്ങും. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ രാഹുൽ ഗാന്ധിയും ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയും പങ്കെടുത്തേക്കും. കൃത്യമായി അത് ഒറ്റക്കെട്ടായി തീരുമാനത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, തർക്കം തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ സോണിയാഗാന്ധിയുടെ അരികിലേക്ക് വിഷയമെത്തും. അങ്ങനെയെങ്കിൽ അന്തിമ തീരുമാനം സോണിയാഗാന്ധിയുടെ കൂടി അഭിപ്രായം ആരാഞ്ഞതിനു ശേഷമായിരിക്കും എടുക്കുക. നിലവിലെ സാഹചര്യത്തിൽ MLA-മാരുടെ പിന്തുണ അത് KC വേണുഗോപാലിനാണ്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിക്കാണ് ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണയുള്ളത്. 63 കോൺഗ്രസ് MLA-മാർ, അതിൽ ബഹുഭൂരിപക്ഷം MLA-മാരും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുമ്പോൾ പരിചയ സമ്പത്ത്, പ്രവർത്തന മികവ് അടക്കം കരുത്താകും എന്ന പ്രതീക്ഷയിൽ രമേശ് ചെന്നിത്തല നിൽക്കുന്നു. ഒപ്പം ഘടകകക്ഷിയെ മുസ്ലിം ലീഗിന്റെ പിന്തുണയിൽ പ്രതീക്ഷയർപ്പിച്ച, ഇപ്പോൾ സംസ്ഥാനത്ത് നടന്ന ഐക്യദാർഢ്യ പ്രകടനങ്ങളിലടക്കം പ്രതീക്ഷയർപ്പിച്ച ഇപ്പോൾ VD സതീശനും കാത്തിരിക്കുന്നു മുഖ്യമന്ത്രി പദം. അങ്ങനെ 3 നേതാക്കൾ മുഖ്യമന്ത്രി പദത്തിന് അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യമാണ്. 10 വർഷത്തിന് ശേഷം UDF-ന് സംസ്ഥാനത്ത് വലിയ ഭൂരിപക്ഷത്തിൽ ഭരണം ലഭിച്ചപ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തീരുമാനിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിർണായക ചർച്ച നടക്കാൻ പോകുമ്പോൾ VD സതീശനെ കാറിൽ കാണാം.